എങ്ങനെയുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 2020 പ്രകടനം? ഈ ഒരു അവസാന ഘട്ടത്തിലെത്തുമ്പോൾ കുന്നത്തുനാട്ടിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം 2020ക്ക് ഗുണകരമാകും? കുന്നത്തുനാടിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ, കാരണം എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കുന്നത്തുനാട്. കാരണം 2021 പറ്റിയ അബദ്ധം ഇനി റിപ്പീറ്റ് ചെയ്യരുത് എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ. അത് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും. ഇപ്പോൾ കുന്നത്തുനാട് മാത്രമല്ല, പെരുമ്പാവൂർ, ചാലക്കുടി, ഇതും ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെയധികം കൂടിയിട്ടുണ്ടത്. വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അത് 2020യുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള വോട്ടിംഗ് നടന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾ. അതിൻ്റെ അർത്ഥം 2020ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കേരളത്തിലുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കുന്ന 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ 2 മണ്ഡലത്തിലും അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക ആർക്കായിരിക്കും? ഇത് 3 കൂട്ടരുടെയും വോട്ടിൽ നല്ല രീതിയിൽ കുറവ് വരും. ആ വോട്ടുകളെല്ലാം ഞങ്ങൾ പിടിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ കഴിഞ്ഞ തവണത്തെ ഡാറ്റ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയാവും. കാരണം എല്ലാ ആളുകളിൽ നിന്നും, എല്ലാ പാർട്ടികളിൽ നിന്നും വോട്ട് ഷെയർ അവരുടെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഈ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഇപ്പോൾ 2020 2 മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ വിജയിച്ചാൽ പിന്നെ ജയപരാജയങ്ങളില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് അട്ടിമറി സംഭവിക്കാം. അത് പ്രത്യേകിച്ച് ചാലക്കുടിയിൽ അട്ടിമറി സംഭവിച്ച് 2020ക്ക് ഒരു MP ഉണ്ടാകുകയാണെങ്കിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക ദേശീയ തലത്തിൽ? ആര് ഭരണപക്ഷമായാലും ശരി, ഭരണകക്ഷിയായാലും ശരി, പ്രതിപക്ഷമായാലും ശരി, നല്ല കാര്യങ്ങൾ, അതായത് രാജ്യത്തിന് പ്രയോജനമുണ്ടാകുന്ന, ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങൾ ആര് പറഞ്ഞാലും ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യും. ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 2020 കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന ഒരു ഘട്ടമാകുമെന്ന് തോന്നുന്നു. നമ്മുടെ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സാന്നിധ്യം അത് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകും. ഇതിലിപ്പോൾ നമ്മൾ കുന്നത്തുനാടും പെരുമ്പാവൂരും ഒക്കെ കയ്യിലെടുക്കും. അത് 1-2 സീറ്റുകളൊന്നുമല്ല, ഞങ്ങളൊരു വലിയ പ്രധാന ശക്തിയായിട്ട് മാറും കേരളത്തിൽ. കേരളത്തിൻ്റെ ഒരുപക്ഷെ കേരളത്തിൻ്റെ അധികാരം തന്നെ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വളരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. എറണാകുളവും ചാലക്കുടിയും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് 2020 പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.